ഷാജി അണ്ണൻ അന്തരീ പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കായിരുന്നടാ അമ്മായി ഡിയറുകളെ. വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവാൾ പ്രാചീനെ. ഞാൻ കരിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ. പൊട്ടനി തന്റെ ലോകം മതി. എന്താണ് പന്നി കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആക്രാന്തിച്ച് പോകുക ആശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണെന്ന് അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടിനടയിൽ പോടും. കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലൈവറുകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ ഈ ബായി ഉണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനെഞ്ചടപ്പേ ഇത് സ്കൂളാ. എന്റെ ഷായി എന്ന ഈ ബായി ഉള്ള ഈ ബായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി ഷായി എണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി 2. എന്നിട്ട് ഒരു മുറിയിൽ പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. ഷായണ്ണ എനിക്ക് ഷായണ്ണ എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ ഷായണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയില് നന്നാക്കി റിസ്ക് കളിക്കുന്നത്? എന്തോ ക്യാസിൽപ്പെട്ടവർ ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീട്ടർക്കൊരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജി ഒറ്റക്കോ ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്ന് ഷായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3:30 നടന്നാ പിന്നെ ഡോൾബി ചുമയും ഡീറ്റെയിൽസ് കുറയല്ലേ? ചത്തുപോയതിന് ആ ഇത് ടിവിയുടെ അസുഖണ്ടാ. ടി വി അല്ലടാ ടി വി. നല്ല മഞ്ഞക്കളർ കളർ ടി വി ആണല്ലോ. ടി വി മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണയാണേലും എവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വെറുതെ വാലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. യെസ് കം ഇൻ. ആരാ എന്താ
ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അല്ല, അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ അതെനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ, വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. ലൂക്കാ 19:46 കർത്താവ് പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അത് പരിശുദ്ധ സ്ഥലമാകുന്നു. അതുപോലെ തന്നെയാണ് ദൈവം കുടികൊള്ളുന്നു. എന്നാ ചോദിച്ചു? കർത്താവെ, ഇവൻ അച്ഛനായോ? താനെന്ത് തോന്നിയാസോടെ കാണിച്ചത്? അതും ഈ തിരുവസ്ത്രമുണ്ട്. എന്റെ പൊന്നച്ചോ, ചാടിയതോ ഒളിച്ചോടിയതോ ഒന്നും അല്ല. ദാണ്ട് ഇയാളെ എവിടം വരെ ഒന്ന് കൊണ്ടുവരാൻ പോയതാ. അതിന് ഇയാളാരാ? ഈ കൊച്ചിന്റെ അപ്പനാച്ചോ, മുടിഞ്ഞ കുടിയാ. ഇവിടെ പറയുന്നത് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന അച്ഛനെ എങ്ങനെയും നന്നാക്കി എടുക്കുന്ന ഓരോ ധാരണകളെ. എന്നെ നന്നാക്കിയില്ലേലും കുഴപ്പമില്ല അച്ചോ, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കും. നമുക്ക് പിന്നെ കുഞ്ഞുകുട്ടി പരാതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒട്ടും നന്നായില്ലേലും സാരമില്ല. ഈ കൊച്ചിന്റെയും ഇയാളുടെ തള്ളയുടെയും സങ്കടം കണ്ടിട്ട് സഹിക്കാൻ മേലാത്തോണ്ടാച്ചു. എങ്ങനെയല്ലോ ഇയാളെ ഇവിടെ എടുക്കണച്ചു. ശരിയാ ഫാദർ, എനിക്ക് വേണ്ടി ഞങ്ങള് പോയത്. എന്നാ ശരി, ഞങ്ങള് പോട്ടെ മോനെ. എന്നാ ശരി. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ചോദിച്ചാട്ടെ. താൻ വിവാഹിതനല്ല അല്ലേ? അല്ല. വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് തനിക്ക് ഇനിയുള്ള കാലം സന്യാസ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചൂടെ? താൻ ലോകിട്ട് വന്നപ്പോ നല്ല കിടു ലുക്കായിരുന്നല്ലോ അച്ചോ. ഒരു സന്യാസിക്ക് വേണമെങ്കിൽ തെമ്മാടിയാകാം, പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാകാൻ പറ്റില്ല അച്ചോ, പറ്റില്ല. എന്റെ സുരേഷ് ഗോപി, ഞാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ചെയ്തില്ല. എന്റെ കുഴപ്പം മൈ മിസ്റ്റേക്ക്. കണ്ടോ മഞ്ചസാരി?
ഞാനെങ്ങും കണ്ടില്ല. ഞാൻ കണ്ടു. നാണവല്ലോ പ്രായത്തിലൊക്കെ ആയില്ലേ? സ്വീകരിക്കട്ടെ. വല്ലപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അവിടെ പരിപാടി? അവിടെ എല്ലാവരും തൊണ്ടകീറി ദൈവസ്തുതി പ്രഘോഷിക്കുമ്പോ നിങ്ങൾ സ്ത്രീകളുടെ വായിലോക്കി ഹല്ലേലൂയ പറയുന്നോ? അച്ചോ, ഞങ്ങള് ആ ആന്തരിക നിർവൃതിയിൽ അങ്ങനെ നിന്നുപോയതാ. അതേച്ചോ, അല്ലാതെ അച്ഛൻ കരുന്ന പോലെ ഞങ്ങള് ആനയെ നോക്കിയൊന്നും അല്ല. ആനയോ? അതേച്ചോ, ആനി. പണ്ട് കുട്ടിക്കാലത്ത് ഏതോ ഒരു പള്ളിപ്പെരുന്നാളിലെ തിക്കിലും തിരക്കിലും പെട്ട് ഇവന് നഷ്ടപ്പെട്ടു പോയി ഇവന്റെ കുഞ്ഞനുജത്തി. പിന്നെ എവിടെ തിക്കും തിരക്കും കണ്ടാലും അവൻ അവന്റെ പൊന്നനുജത്തി അന്വേഷിച്ച് നടക്കുമായിരുന്നു. എല്ലാം ചോപ്പ. മോനെ, എന്താ നിന്റെ പേര്? എൽദോ. എൽദോ. ഇമാതിരി സോപ്പ് പെട്ടി കഥയായിട്ട് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തെ ധ്യാനം 50 ദിവസമൊക്കെ ഞാൻ എന്നെ കൊണ്ട് കടുത്ത ധ്യാനമുറകൾ എടുപ്പിക്കരുത്. ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാത്ത. വേലുല്ലേ? ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഈ പാതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക വെളുത്താന്ന് നോക്കാൻ വേണ്ടി കേറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി എടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കെട്ടിയോൻ ആ കാലമാറിന് അങ്ങനെ എപ്പ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാൾ ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും ഞാനും. രത്നം, രത്നം. കാള ഓച്ചിറ കാള. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ ദിവസവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കുക. എന്താ വരുന്നോ? വേഗം തുറക്ക്, നിന്റെ വേലു വന്നനാ. അത് കാളേന്ന്. ഇപ്പൊ പുറപ്പെട്ട നേരം വിളിക്കുന്നതും ഓച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനെ ഞാൻ. ഒടുവിൽ കാലം മാറിയത്. എന്റെ അമ്മോ, ദേ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടിക്കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം. കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാനി തറവാട് പോലെയാ. ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ? ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിൽ മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് മുഴുക്കണം. നമുക്കെന്ന പ്ലാനാണ് ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ചായ എണ്ണ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടെ നിന്ന് അങ്ങാട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്തെ മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണം അറിയാൻ പോണത്. ഇല്ലല്ലോ. ഓ, രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. പതിത പാവന സീതാരാം രഘുപതി രാഘവ ഹേ റാം, ഹേ റാം, ഹേ റാം. ഹായ്, കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാൻ ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്.
നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, എന്താ നാടും കൊണ്ട് നാട് നന്നാക്കുക. എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്താൻ? അതെ, ക്വിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീ പറയുന്നതാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. എന്തേത്? ഇതാണ് നമ്മുടെ ആചാരം. കള്ള തിരുമാലി കുട്ടിത്തോങ്കി ഇതുവഴി തന്നെയാണ് ഓടിയത്. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരമുറക്കി ഇപ്പൊ ഇങ്ങനെയായ. നീ പോടാ, ആണും പെണ്ണും കെട്ട താടി വെച്ച 9. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടുക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ആ, ഇപ്പൊ കണ്ട്. സമ്മതിച്ച്. നിന്റെ ഒറ്റ കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ല. സഹാക്കളെ, വിദേശ ബീജ കുത്തകകളെ ഒറ്റപ്പെടുത്തുക, നാടുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം MLA-യുടെ വീട്ടു പതിക്കല് സഹാച്ചിറക്കുട്ടന്റെ നേതൃത്വത്തില് സഹാച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ 2ാം ദിവസമാണ്. പണ്ട് മഹാകവി പാടി വിദ്യായന്തിനു മർത്യാനു വിത്തുകാലായിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ, അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓടണേ? അച്ചമ്മേ! ശരിയാക്കി തരാട്ടാ. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ പാണ്ഡം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. പാടോ. അവൻ വേദന ഒന്നും എടുക്കില്ല കേട്ടോ. സാരമില്ല. അയ്യേ, വൃത്തികെട്ടവന് കാണിക്കണില്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവനാണ് മൂക്കേറ് കെട്ടിയത്. മിണ്ടാപ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലിയാടിയെ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ദേ ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ, ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി MLA കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്. നാടൻ ബീജം തിളങ്ങുന്നു. ലോക്കൽ സെവൻ ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ MLA-ക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് UP-യിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ.
ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളുടെ ആളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. സുഹൃത്തുക്കളെ, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നാടിൽ കൊണ്ട് നാട് നന്നാക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലി കഴിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ? ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രത്തില. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കൊരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി പൊട്ടി, ബോംബ് പൊട്ടി. അരീന്ദ്രന്റെ കൈ കൊണ്ട് അവന്റെ കഥ തീർന്ന്. കുട്ടാ ഓടല്ലേ? ആരിക്കാല ഒന്ന് നിന്നേ. നിന്റെ വിത്തുകളെ കൊണ്ടെന്നെ കുത്തി കൊല്ലിക്കാനല്ലേ? അല്ല, ഈ നാട് ഞെട്ടിക്കുന്ന സത്യം പറയാനാ. നിന്റെ അമ്മണിക്കുട്ടിക്ക് ഏത് ടൈപ്പ് കുഞ്ഞുങ്ങളെന്നാ പറഞ്ഞത്? അമേരിക്ക, ചൈന, ജപ്പാൻ, പത്തനംതിട്ട, ഏതാ? എന്നെ കൂടെ കൊണ്ടുപോ. നീ ഓടി വന്ന് വിട്ടോ. വിത്തുകളെ ഉന്നം വെച്ചിരിക്കുന്ന രത്തമ്മയാടാ. പണ്ടേ അവളിൽ അവനൊരു കണ്ണുള്ളതാ. വീടനെ ഉറപ്പാ. നീ എന്തിനാണ് എത്ര സ്പീഡാ പോകുന്നത്? കാല രത്നമ്മയുടെ പുറകെ പോയി. ബ്രേക്ക് ഞാൻ എപ്പോഴേ പിടിച്ചേനെ. അപ്പം ബ്രേക്ക് ഇല്ലേ? നിർത്ത്. ഇത്ര സ്പീഡിൽ എങ്ങോട്ടേക്കാ? ആ കരിങ്കണ്ണ വേലുവിന്റെ കാള ഇട്ട് ഓടിക്കുവാ. ആണോ? മാറി ബ്രേക്ക് ഇല്ല. വണ്ടി സ്റ്റാൻഡിൽ വെച്ച് സൈക്കിളോട്ട് പഠിക്കാനാ. അയ്യേ, സ്റ്റാൻഡിൽ ഇറക്കിയില്ലേ? ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ. അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടവൻ ചത്ത്. ഇതെന്തിനാ? ഇത് നിനക്കുള്ളതാ. എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നതിന് ഇനി വൈദ്യമില്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ. ഓ, ഇവന് കിട്ടിയിട്ടില്ലേ? മതിയാ? ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? രത്നം, എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ നിങ്ങളുടെ കാള? കാളയുടെ ഒരു യോഗ, കാളയോഗം. അവൻ ഉപദ്രവിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച മാനം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അത് പിന്നെയും പോയാ? കണ്ടില്ലേ നാശം. ഇപ്പോഴും അവിടെ നിന്ന് ശൃംഖരിക്കുക. അമ്പട കള്ള കാര്യം ഒപ്പിച്ചല്ലേ? ഭാഗ്യവാൻ. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. നീ ചത്തില്ല അല്ലേ? സാറ് ചാവാത്ത സ്ഥിതിക്ക് നമ്മൾ അതും കൊണ്ട് നടക്കണോ? കൊടുത്തേക്ക്. എന്ത് നേരത്തെ നീ എനിക്ക് തന്നില്ലേ? അതാ എന്തത്? ഇവന് കൊടുത്തതാ. ഇവ പണ്ടേ ഇങ്ങനെ വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കത്തില്ല. വൃത്തികെട്ടവൻ. എന്താ ഇത്? ഞാനിപ്പോ തിരിച്ചു കൊടുത്തു തുടങ്ങി. അവൻ ഇത്ര പെട്ടതും നന്നായ